നമസ്കാരം. ഇന്നൊരു മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. കുറേ പേരൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മോർണിംഗ് റൂട്ടീന്, ഈവനിങ് റൂട്ടീന്, അല്ലെങ്കിൽ വൺ ഡേ റൂട്ടീൻ എന്നൊക്കെ പറഞ്ഞ് പലരുടെയും വ്ളോഗ്സ് കാണാറുണ്ട്. ചിലതൊക്കെ കാണുമ്പോൾ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഫീലൊക്കെ തോന്നാറുണ്ട്. അപ്പം ഞാനിവിടെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എത്രത്തോളം ശരിയാവുമെന്ന് അറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ രാവിലെ ഇനിയും ബ്രേക്ക്ഫാസ്റ്റിനുള്ള തിരക്കിലാണ്. അപ്പം ഇവിടെ കുക്ക് ചെയ്യുമ്പോൾ എക്സോസ്റ്റ് ഫാൻ ഇടും കേട്ടോ. അപ്പം ഇനിയിപ്പോൾ വോയിസ് ഓവർ ആയിരിക്കും കൊടുക്കുന്നത്. എഴുന്നേറ്റിട്ട് കുറേ നേരം ആയിരുന്നു കേട്ടോ. കുളിച്ചിട്ടൊക്കെ സാധാരണ കുക്കിങ്ങിനായിട്ട് കയറാറുള്ളൂ. അത് വർഷങ്ങളായിട്ടുള്ളൊരു ശീലമാണ്. ആദ്യം തന്നെ കുടിക്കാനുള്ള വെള്ളം വെച്ചതാണ്. നേരത്തെയൊക്കെ കെറ്റിലായിരുന്നു വെക്കുന്നത്. ഇപ്പം കുറച്ച് നാളായിട്ട് ഇതേപോലെ പാത്രത്തിലാണ്. കെറ്റിൽ വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ അതിലെന്തെങ്കിലും ഇട്ട് തിളപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ തിളപ്പിക്കുമ്പോൾ ചിലപ്പോൾ ദാഹമുക്തിയോ ഗ്രാമ്പോ ഒക്കെ മാറി മാറി ഇടാറുണ്ട്. പിന്നെ കെറ്റിൽ കുറച്ച് മാത്രം വെള്ളമല്ല തിളപ്പിക്കാൻ പറ്റും. അപ്പം കുറേ തവണകളായിട്ട് തിളപ്പിക്കേണ്ടി വരും. ഇതാകുമ്പോൾ ദിവസം ഒരു പ്രാവശ്യം തിളപ്പിച്ചാൽ മതിയാവുമല്ലോ. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ്. അപ്പം സാൻഡ്വിച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കൂടി ഒന്ന് കാണിച്ചു തരാം. ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചതിന് ശേഷം സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം വേഗം വഴണ്ട് കിട്ടും. ഇപ്പം ഇവിടെയാണെന്ന് വെച്ചാൽ എന്നും ഈ ബ്രെഡ് ഐറ്റംസ് ഒന്നും അല്ല കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിന്. നമ്മുടെ തനി നാടൻ ഐറ്റംസ് ഒക്കെയാണ് കൂടുതലും ഉണ്ടാക്കുന്നത്. ദോശ, ഇഡ്ഡലി, പുട്ട്, ഉപ്പുമാവ്, അപ്പം, ഇടിയപ്പം, അതൊക്കെ. ഇത് വഴണ്ട് വരുന്ന സമയം കൊണ്ട് കുടിക്കാനുള്ള പാലും ചായയൊക്കെ റെഡി ആകട്ടെ. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയല്ലോ. ഞാൻ കിച്ചണിൽ അധിക സമയം ചിലവഴിക്കാൻ താല്പര്യമില്ലാത്ത കൂട്ടത്തിലാണ് കേട്ടോ. ഉള്ള ജോലിയൊക്കെ വേഗം വേഗം ചെയ്ത് തീർത്തിട്ട് ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എല്ലാം റെഡിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ 8 മണി 9 മണിക്ക് ഇടയ്ക്ക് കഴിക്കുക. ലഞ്ച് ആണെങ്കിൽ 1 മണിയാകുമ്പോഴത്തേക്ക് റെഡിയാക്കുക. പിന്നെ വൈകിട്ട് 4 മണിക്ക് ചായ. പിന്നെ ഡിന്നർ 7:30 8 മണിക്കൊക്കെ കഴിക്കുക. ഈ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ കൂടുതലും ഫോളോ ചെയ്ത് പോകുന്നത്. പിന്നെ ചില ദിവസങ്ങളിൽ മാത്രം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉടനെ ചായ കുടിക്കുമായിരുന്നു കേട്ടോ. ഇപ്പം ആ ഒരു ശീലം മാറ്റി വെള്ളം കുടിക്കാനാണ് ശ്രമിക്കുന്നത്. അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെയൊക്കെ ചായ കുടിക്കാറുണ്ട് കേട്ടോ. ഈ ഒരു ചെയർ കണ്ടോ, ഇത് കിച്ചണിൽ ഇട്ടേക്കുന്ന അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഹൈ ചെയർ ആണ്. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണിത്. കിച്ചണിൽ കയറുന്നവർക്ക് അറിയാമായിരിക്കുമല്ലോ എന്തുമാത്രം ജോലികൾ കാണും ഒരു കിച്ചണിൽ ചെയ്യാൻ. ചെയ്താലും തീരാത്ത അത്രയ്ക്കൊക്കെ കാണും ചില ദിവസങ്ങളിൽ. ചിലപ്പോഴൊക്കെ ജോലി ചെയ്യുമ്പോൾ നിന്ന് കാല് കഴിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ക്ഷീണിക്കും. ചിലപ്പോൾ അപ്പുറത്തെ മുറിയിലൊന്നും പോയിരിക്കാൻ ഒരു സാഹചര്യം കിട്ടിയില്ലെന്ന് വരാം. നടുവേദനയും മുട്ടുവേദനയും ഒക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു ചെയർ കിച്ചണിലുള്ളത് നല്ലതാണ് കേട്ടോ. ഇടയ്ക്ക് ഇരുന്നൊന്ന് റിലാക്സ് ചെയ്യാം. അല്ലെങ്കിൽ അരിയാനൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദോശയൊക്കെ ചുടുന്ന സമയത്താണെങ്കിലും ഇങ്ങനെ ഇതിലേക്ക് ഇരുന്ന് ചെയ്യുകയാണെങ്കിൽ ഒരു റെസ്റ്റ് കിട്ടുമല്ലോ. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം വെള്ളം തിളയ്ക്കാറായി കേട്ടോ. ഇന്ന് ഞാൻ ഇതിലോട്ട് ദാഹമുക്തിയാണ് കേട്ടോ ഇടുന്നത്. ചില ദിവസം ഗ്രാമ്പൂ ഇടും. രണ്ടിനും ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെള്ളം കുടിക്കാനും തോന്നും. ഇനി ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. പാല് തിളപ്പിച്ച അതേ പാത്രത്തിൽ തന്നെയാണ് ചായ ഉണ്ടാക്കുന്നത്. ഇത് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ, AVT. ഈ കിച്ചണിൻ്റെ സൈഡിലായിട്ട് ഒരു ജനലുണ്ട്. അവിടെ നിന്ന് വെട്ടം ഇങ്ങനെ അടിക്കുന്നുണ്ട്. അതാണ് വീഡിയോയ്ക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടിയതുപോലെ തോന്നുന്നത്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. പാത്രം ഓരോന്നും ഒഴിയുന്നതനുസരിച്ച് അപ്പോൾ അങ്ങ് കഴുകി വെക്കാറുണ്ട് കേട്ടോ. പിന്നത്തേക്ക് ഇട്ടേക്കത്തില്ല. അങ്ങനെ ഇട്ടേക്കുവാണെങ്കിൽ പിന്നെ ആകെ അങ്ങ് അലങ്കോലമായിരിക്കും അടുക്കള. ഒരു ചായ ഇട്ടാൽ തന്നെ കാണുമല്ലോ കുറേ പാത്രങ്ങൾ. പാചകമൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുക. ഈ പാത്രം കഴുകലാണ് പാട്. അപ്പോൾ സവാളയൊക്കെ വഴണ്ടു വന്നു. ഇനി ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. വേണമെങ്കിൽ ഇതിലോട്ട് കുറച്ച് മല്ലിപ്പൊടിയും ചേർക്കാം കേട്ടോ. ഞാൻ ചിലപ്പോഴൊക്കെ ചേർക്കാറുണ്ട്, പക്ഷേ ഇന്ന് ചേർക്കുന്നില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇനി ഇതിലോട്ട് 3 മുട്ട അടിച്ചത്, കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുകയാണ്.
ഇനി ഇതിലോട്ട് കുറച്ച് ചാട്ട് മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അത് കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സാൻഡ്വിച്ചിനുള്ള ഫില്ലിങ് റെഡിയായി. ഇനിയും ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് ചിയ ഹോൾ മീൽ ബ്രെഡാണ് കേട്ടോ. ഇവിടെ പല ടൈപ്പിലെ ബ്രെഡുകൾ കിട്ടും, പല ടൈപ്പിലെ മാറി മാറി വാങ്ങിക്കാറുമുണ്ട്. ബ്രെഡിൻ്റെ 2 സൈഡിലും ബട്ടർ തേച്ച് കൊടുത്തിട്ട് 1 മിനിറ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച ഫില്ലിങ്സ് കൂടി വെച്ച് കൊടുക്കാം. വേണമെങ്കിൽ ഇതിലോട്ട് ചീസ് ആഡ് ചെയ്യാം കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. ഞാൻ മാത്രമല്ല കേട്ടോ, എല്ലാവരും ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വീഡിയോയിൽ ഇപ്പം എന്നെ മാത്രം കാണിച്ചെന്നേ ഉള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് അടുത്ത പണിയെന്ന് പറഞ്ഞാൽ വൃത്തിയാക്കലാണ്. കുറേ പാത്രങ്ങൾ കാണുമല്ലോ പിന്നെയും കഴുകാൻ. അത് കഴിഞ്ഞ് മുറിക്കാകമൊക്കെ തൂത്തുവാരാൻ കാണും. ഇവിടെ അയർലൻഡിൽ ആദ്യം വന്ന സമയത്തുണ്ടല്ലോ, കുറേ കടകളിൽ ചൂല് തപ്പി നടന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ നാട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കുമല്ലോ തിരക്കുന്നത്. അങ്ങനെ കുറേ കടകളിലൊക്കെ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ ചൂലെന്ന് പറഞ്ഞൊരു കാര്യമേ കിട്ടാനില്ല. ഇതേപോലെ ഒരു പൈപ്പിൻ്റെ അറ്റത്ത് ഒരു ബ്രഷ് പോലുള്ള സാധനമാണ് ഇവിടെ ചൂലായിട്ട് കിട്ടുന്നതെന്ന് പിന്നെ മനസ്സിലായത്. പിന്നെ കളിപ്പാട്ടങ്ങൾ, അത് അവിടെ ഇവിടെയൊക്കെ വാരിയിട്ടിരിക്കുമായിരിക്കും, അതൊക്കെ എടുത്ത് വെക്കണം. അത് കഴിഞ്ഞ് ദേ പുറത്തോട്ടൊന്ന് ഇറങ്ങി നോക്കിയപ്പോൾ ഭയങ്കര കാറ്റ്, ചെറുതായിട്ട് മഴയും പെയ്തിട്ടുണ്ട്. കാറ്റെന്ന് പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. റൂമിനകത്തിരുന്നാൽ തന്നെ കാറ്റിൻ്റെ ആ ഒരു സൗണ്ട് ഉണ്ടല്ലോ, അത് കേട്ടാൽ തന്നെ പേടിയാവും. പലപ്പോഴും വിൻഡ് വാർണിംഗ് ആണ് ഇവിടെ. അപ്പം വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം വന്ന് ഒരു ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഷേക്കാണ് കേട്ടോ. പാലും പഴവും പിന്നെ കുറച്ച് നട്ട്സും സീഡ്സൊക്കെ പൊടിച്ച് വെച്ചിട്ടുള്ള ഒരു പൗഡറാണ്. ഇതെല്ലാം കൂടി ചേർത്താണ് ഷേക്ക് അടിക്കുന്നത്. ചില ദിവസങ്ങളിലൊക്കെ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ ഷേക്ക് അടിക്കാറുണ്ട്. അപ്പം ദേ ഷേക്ക് റെഡിയായി. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഷേക്കാണ്. അടുത്തതിനി ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനിലാണ്. സാധാരണ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള അരിയൊക്കെ വേവാനായിട്ട് വയ്ക്കും കേട്ടോ. ഇന്നിപ്പം വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് എല്ലാം കൂടി കൊഴിഞ്ഞു മറിയണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അന്നേരം ചെയ്യാഞ്ഞത്. ഇത് കണ്ടോ, ഏഷ്യൻ കടയിൽ നിന്നും വാങ്ങിച്ചതാണ് ഓമയ്ക്ക. തീരെ ചെറുതാണ്, എന്നാലും കുഴപ്പമില്ല. ഇതിനി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇതുപോലത്തെ നാടൻ ഐറ്റംസൊക്കെ ഏഷ്യൻ കടയിലേ കിട്ടത്തുള്ളൂ. ചില സമയങ്ങളിൽ കൂമ്പൊക്കെ കാണാറുണ്ട്. അല്ലാതെ ചേന, ചേമ്പ്, പച്ചക്കായ, കോവയ്ക്ക അതൊക്കെ മിക്കപ്പോഴും കാണാറുള്ളതാണ്. പിന്നെ ഏത്തപ്പഴമില്ലേ, അത് എല്ലാ ഏഷ്യൻ കടകളിലൊന്നും എപ്പോഴും കിട്ടാറില്ല. കിട്ടുവാണെങ്കിലും അത് വേറെ ഏതോ ഒരു ടൈപ്പാണ് കിട്ടാറുള്ളത്. വേറെ ഏതോ രാജ്യത്ത് നിന്ന് വരുന്നതാണെന്ന് തോന്നുന്നു. അതിനത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവാറില്ല. മലയാളികളൊക്കെ നടത്തുന്ന കടയിൽ പോയാൽ ചിലപ്പോൾ നമ്മുടെ നാടൻ ഏത്തപ്പഴമൊക്കെ കിട്ടിയെന്നിരിക്കും. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് ഊണിന് വേണ്ടിയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ തയ്യാറാക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു മോർണിംഗ് റൂട്ടീന്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് എന്ന് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. താങ്ക്